മുക്കുവ കന്യകയായ സത്യവതിയിൽ ശന്തനു മഹാരാജാവിന് 2 പുത്രന്മാരുണ്ടായി, ചിത്രാംഗതനും വിചിത്രവീരനും. ശന്തനുവിൻ്റെ കാലശേഷം ചിത്രാംഗതൻ രാജാവായി. ഒട്ടേറെ രാജാക്കന്മാരെ യുദ്ധത്തിൽ തോൽപ്പിച്ച് തൻ്റെ രാജ്യത്തിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിച്ച ചിത്രാംഗതനുമായി ഒരിക്കൽ ചിത്രാംഗതൻ എന്നുപേരുള്ള ഒരു ഗന്ധർവൻ യുദ്ധത്തിന് വന്നു. 3 വർഷം നീണ്ടുനിന്ന യുദ്ധത്തിൻ്റെ അവസാനം സ്വന്തം മായാശക്തിയാൽ ചിത്രാംഗതൻ എന്ന ഗന്ധർവൻ സത്യവതി പുത്രനായ ചിത്രാംഗതനെ വധിച്ചു. ചിത്രാംഗതന്റെ മരണസമയത്ത് വിചിത്രവീര്യന് പ്രായപൂർത്തിയായിരുന്നില്ലെങ്കിലും ഭീഷ്മരുടെ ഉപദേശപ്രകാരം വിചിത്രവീര്യൻ രാജ്യഭരണം ഏറ്റെടുത്തു. പ്രായപൂർത്തിയെത്തിയപ്പോൾ വിചിത്രവീര്യന്റെ വിവാഹം നടത്തുവാൻ ഭീഷ്മർ തീരുമാനിച്ചു. കാശിരാജാവിൻ്റെ 3 പുത്രിമാരായിരുന്നു അംബയും അംബികയും അംബാലികയും. അവരുടെ സ്വയംവരം നടക്കാൻ പോകുന്നു എന്ന വിവരമറിഞ്ഞ ഭീഷ്മർ ഉടൻ തന്നെ രഥത്തിലേറി കാശിയിലേക്ക് പുറപ്പെട്ടു. സ്വയംവര മുഹൂർത്ത സമയത്ത് കാശിരാജ സന്നിധിയിലെത്തിയ ഭീഷ്മർ നേരെ സ്വയംവര മണ്ഡപത്തിലേക്ക് കയറി ചെന്ന് 3 രാജകുമാരിമാരെയും ബലമായി പിടിച്ച് തൻ്റെ തേരിൽ കയറ്റി. സ്വയംവരത്തിന് എത്തിച്ചേർന്ന മിക്ക രാജാക്കന്മാരും ഭീഷ്മരെ എതിർത്തുവെങ്കിലും അവരെയെല്ലാം തോൽപ്പിച്ച ഭീഷ്മർ രാജകുമാരിമാരെയും കൊണ്ട് ഹസ്തിനപുരിയിലെത്തി. കാശിരാജപുത്രിമാരിൽ മൂത്തവളായ അംബ സാലു രാജാവിനെ ഇഷ്ടപ്പെട്ടിരുന്നതുകൊണ്ടും അയാളെ ഭർത്താവായി മനസ്സാ വരിച്ചതിനാലും സാലുവിനൊത്ത് ജീവിച്ചുകൊള്ളാൻ അനുമതി നൽകി. ഭീഷ്മർ അംബയെ പറഞ്ഞയച്ചു. ഇളയവരായ അംബികയെയും അംബാലികയെയും തൻ്റെ സഹോദരനായ വിചിത്രവീരന് വിവാഹം ചെയ്തു കൊടുത്തു. അമിതമായ ദാമ്പത്യ സുഖങ്ങളിൽ മുഴുകിയിരുന്ന വിചിത്രവീരൻ 7 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിനു ശേഷം സന്തതികളൊന്നും ഉണ്ടാവാതെ മരിച്ചുപോയി. അംബികയിലും അംബാലികയിലും സന്തതികൾ ഉണ്ടാവാതിരുന്നതിനാൽ മനം നൊന്ത സത്യവതി കുരുവംശത്തിൽ സന്തതികൾ ഉണ്ടാവാനുള്ള വഴിയെക്കുറിച്ച് ഭീഷ്മരുമായി ആലോചിച്ചു. സുന്ദരികളായ അംബികയെയും അംബാലികയെയും ഭാര്യമാരായി സ്വീകരിക്കാൻ ഭീഷ്മരോട് അവർ ആവശ്യപ്പെട്ടെങ്കിലും താൻ സത്യവതിയുടെ പിതാവായ ദാശമുഖിന് മുന്നിൽ നടത്തിയ ശപഥത്തിൽ നിന്നും വ്യതിചലിക്കാൻ ഭീഷ്മർ കൂട്ടാക്കിയില്ല. കുരുവംശം നിലനിർത്താൻ ഇനി എന്താണൊരു മാർഗം എന്ന് ചിന്തിച്ചിരുന്ന സത്യവതിക്ക് പണ്ട് കടത്തുവഞ്ചിയിൽ വെച്ച് പരാശര മുന്നിൽ തനിക്കുണ്ടായ പുത്രൻ വേദവ്യാസന്റെ കാര്യം ഓർമ്മയിലെത്തി. സത്യവതി തൻ്റെ പുത്രനായ വ്യാസനെ മനസ്സിൽ ചിന്തിച്ച ഉടൻ തന്നെ വ്യാസൻ അവിടെയെത്തി. അമ്മയെ വന്ദിച്ച് കാര്യം തിരക്കി. അമ്മയുടെ ആഗ്രഹപ്രകാരം വ്യാസൻ തൻ്റെ സഹോദര പത്നിമാരായ അംബികയെയും അംബാലികയെയും പരിണയിച്ചു. വ്യാസൻ വിരൂപനും പ്രാകൃത വേഷക്കാരനുമായതിനാൽ അദ്ദേഹത്തോട് മാനസികമായി യാതൊരു അടുപ്പവും ഭാര്യമാർക്ക് തോന്നിയില്ല. അംബിക വ്യാസനെ സമീപിച്ചത് കണ്ണുകൾ ഇറുക്കിയടച്ചുകൊണ്ടായിരുന്നു. അതിനാൽ അവൾ പ്രസവിച്ച കുഞ്ഞ് ജന്മന അന്ധനായിത്തീർന്നു. ആ കുട്ടിയാണ് ധൃതരാഷ്ട്രർ. അംബാലികയാവട്ടെ മുനിയെ പ്രാപിച്ചത് വിളറിവെളുത്ത മുഖഭാവത്തോടെയായിരുന്നു. അതിനാൽ അവൾ പ്രസവിച്ച കുഞ്ഞ് ജന്മന പാണ്ഡുരോഗിയായിത്തീർന്നു. ആ കുഞ്ഞാണ് പാണ്ഡു. ജനിച്ച 2 കുട്ടികളിൽ ഒന്ന് അന്ധനും മറ്റൊന്ന് പാണ്ഡുരോഗിയുമായതിനാൽ യോഗ്യനായ ഒരു കുട്ടിയുണ്ടാവാൻ സത്യവതി അംബാലികയെ ഒരിക്കൽ കൂടി തൻ്റെ പുത്രനായ വേദവ്യാസന്റെ അടുക്കലേക്ക് അയച്ചു. വിരൂപനായ മഹർഷിയെ ഒരിക്കൽ കൂടി പ്രാപിക്കാനുള്ള വൈമനസ്സത്താൽ അംബാലിക ശൂദ്രസ്ത്രീയായ തൻ്റെ ദാസിയെ തനിക്കു പകരം മഹർഷിയെ പ്രാപിക്കാൻ നിയോഗിച്ചു. തികഞ്ഞ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടിയാണ് ദാസി വേദവ്യാസനെ പ്രാപിച്ചത്. അതിനാൽ അവൾ പ്രസവിച്ച കുഞ്ഞ് അതിയോഗ്യനായിത്തീർന്നു. ആ കുഞ്ഞാണ് വിതുരർ. അംബിക ശുദ്ധ ഈശ്വരസ്വരൂപനും ആധ്യാത്മികതയുടെ മൂർത്തിമത് ഭാവവുമായ വ്യാസനെ കണ്ട് കണ്ണ് ഇറുക്കിയതുകൊണ്ട് ജന്മന അജ്ഞാനിയും അന്ധനുമായ ധൃതരാഷ്ട്രർ പിറന്നു. അതുപോലെ തന്നെ വേദങ്ങളെയും പുരാണങ്ങളെയും ബഹുമാനിക്കാതെ ആര് കണ്ണടയ്ക്കുന്നുവോ അവർക്ക് അന്ധനും അജ്ഞാനിയുമായ മക്കൾ പിറക്കുന്നു. രണ്ടാമത് അംബാലിക ചെയ്തതും അറപ്പോടും വിമുഖതയോടും കൂടി വ്യാസനെ സമീപിച്ചപ്പോൾ ജന്മന പാണ്ഡുരോഗം ഉള്ളവനായി പാണ്ഡു ജനിച്ചു. അതുപോലെ തന്നെ അറപ്പോടും വിമുഖതയോടും കൂടി ആര് ആധ്യാത്മികതയെ കാണുന്നുവോ അവർക്ക് മറ്റുള്ളവരാർ അറപ്പുണ്ടാക്കുന്ന ശരീരവും മനസ്സുമുള്ള മക്കൾ ജനിക്കുന്നു. സന്തോഷത്തോടും താല്പര്യത്തോടും കൂടി സമീപിച്ച ദാസിക്ക് ജ്ഞാനിയും സൽസ്വഭാവിയുമായ വിതുരർ ജനിച്ചതുപോലെ ആര് ഏതു വിധത്തിൽ ഈശ്വരനെ സമീപിക്കുന്നുവോ അതിൻ്റെ ഫലവും അതിനനുസരിച്ചായിരിക്കും.